ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരക്ഷിത ഭക്ഷണത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാക്കറ്റിനുള്ളിലെ ഭക്ഷ്യവിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തി വയ്ക്കുക, പഠിക്കണം കേട്ടോ. ഇനി അടുത്താണ് മായം ചേർക്കൽ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് മായം ചേർക്കൽ. മായം ചേർക്കലുമായി ബന്ധപ്പെട്ട് വന്ന പത്രവാർത്ത വിശകലനം ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കും. അപ്പോൾ നമുക്ക് പത്രവാർത്ത ജസ്റ്റ് ഒന്ന് നോക്കാം. ശർക്കരയിൽ വൻതോതിൽ മായം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 3500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. മായം കലർത്തിയ ശർക്കരയാണ് ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയിരിക്കുന്നത്. ഈ ശർക്കരയിൽ എന്തുമായ ചേർത്തിരിക്കുന്നത്? തുണികൾക്കെല്ലാം നിറം കൊടുക്കുന്ന ഒരു ഡൈ, അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഡൈ ആയിട്ടുള്ള റൊഡോമിൻ ബി ആണ് ഇവിടെ കലർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ശർക്കരയിൽ എന്തിനാണ് റൊഡോമിൻ ബി ചേർക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ശർക്കരയ്ക്ക് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, റൊഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്തെന്ന്? ഇതിൻ്റെ ആൻസറാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. ഇതുപോലെ പല ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ മായം ചേർത്തിട്ടുള്ള വസ്തുക്കളൊക്കെ? മുളകുപൊടി, മഞ്ഞൾപ്പൊടി, തേയില എന്നിവയിലൊക്കെ അവയുമായി സാമ്യമുള്ള വസ്തുക്കളാണ് കലർത്തുന്നത്. അപ്പോൾ നമുക്കിനി മായം ചേർക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെയാണ്. അപ്പോൾ മായം ചേർക്കൽ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതായത് ആഹാര വസ്തുക്കളിൽ അവയോട് കുറച്ചൊക്കെ സാമ്യമുള്ളതും പിന്നെ വില കുറഞ്ഞതുമായിട്ടുള്ള അതുപോലെ ഗുണനിലവാരം കുറഞ്ഞതുമായിട്ടുള്ള വസ്തുക്കൾ കലർത്തുന്നതിനെയാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. പിന്നെ മായം ചേർക്കലിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നുണ്ട്? അടുത്തത് പറയുന്നുണ്ട്, ഒരു പദാർത്ഥത്തിൽ നിന്നും ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നത്. അത് ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താ, ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിറങ്ങളൊക്കെ ചേർക്കുക, അനധികൃതമായിട്ട് നിറങ്ങളൊക്കെ ചേർത്ത് വിൽക്കുന്നതും മായം ചേർക്കൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് മായം ചേർക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പറഞ്ഞിട്ടുള്ളത്, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം കൊണ്ടതുമായിട്ടുള്ള വസ്തുക്കൾ കൂട്ടിക്കലർത്തുന്നത്. പിന്നെ പറയുന്നത് എന്താ, ഒരു പദാർത്ഥത്തിൽ നിന്നും ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുക. പിന്നെ പറയുന്നത് എന്താ, ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിറങ്ങളൊക്കെ കലർത്തുന്നതും മായം ചേർക്കൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും മായം ചേർക്കപ്പെട്ടവയാകാം. അതിനാൽ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ എങ്ങനെ തിരിച്ചറിയാം? ചില ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഭക്ഷ്യവസ്തുക്കളുടെ മായം ചേർക്കലുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം തേനിലെ മായം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തേനിൽ മായമായി ചേർക്കാൻ സാധ്യതയുള്ള വസ്തു ചുവടെ നൽകിയവയിൽ ഏതാവാം, എന്തുകൊണ്ട്? ഇവിടെ തന്നിരിക്കുന്നവയിൽ തേനിൽ മായം ചേർക്കാൻ പറ്റിയത് വെള്ളം ചേർക്കാൻ പറ്റില്ല അല്ലേ. ശർക്കര ലൈനി ചേർക്കാം. പഞ്ചസാര ലൈനി തേനിൽ ചേർക്കാം അല്ലേ. കഞ്ഞിവെള്ളം ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 2 എണ്ണമാണ് തേനിൽ ചേർക്കാൻ പറ്റുന്നത്, ശർക്കര ലൈനിയും പഞ്ചസാരയുടെ ലൈനിയും. എല്ലാവർക്കും തേനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നല്ല മധുരമായിരിക്കും തേനിന്. അതിനെന്താ കാരണം? ഒന്നല്ലെങ്കിൽ അതിൽ ശർക്കര നന്നായിട്ട് ചേർത്തിട്ടുണ്ടാവും. ശുദ്ധമായിട്ടുള്ള തേനാണെന്നുണ്ടെങ്കിലോ ഭയങ്കര വില കൂടുതലാണ്. നമുക്ക് ഇങ്ങനെ കടകളിൽ നിന്ന് നിസ്സാര പൈസയ്ക്കൊന്നും വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ കടയിൽ നിന്നും കിട്ടുന്നത് എന്താ, മായം കലർത്തിയിട്ടുള്ള തേനാണ് കിട്ടുന്നത്. ശുദ്ധമായ തേൻ വളരെ വിലപിടിപ്പുള്ളതാണ്. പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട്. ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്. എന്നാൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാകുകയാണെങ്കിൽ ആ തേൻ മായം ചേർന്നതാണ്.
കോട്ടൻ്റെ തിരി ശുദ്ധമായ തേയിൽ മുക്കിയിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് കത്തും. അതല്ല അതിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ അതെന്താ കത്തിക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ മായം കലർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴേക്ക് പോകും. മായം ചേർന്ന തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ ലയിക്കും. അല്പം തേനെടുത്ത് ഈ 2 പരീക്ഷണങ്ങളും ചെയ്തു നോക്കും. അപ്പോൾ ശുദ്ധമായിട്ടുള്ള തേനാണെന്നുണ്ടെങ്കിൽ എന്താ അതിന് ഇത്തിരി കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൻ്റെ താഴത്തേക്കായിരിക്കും പോകുന്നത്. ഇനി അതിലേക്ക് മായം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. വീട്ടിൽ തേനൊക്കെ ഉണ്ടെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ളതാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞെന്ന് കരുതി വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയോ നല്ല തേനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് മുഴുവൻ അതിലേക്ക് ഒഴിക്കരുത് കേട്ടോ. ലാസ്റ്റ് വീട്ടുകാർ ഓടിക്കും കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു തുള്ളിയോ 1-2 തുള്ളിയൊക്കെ ഒഴിച്ച് മാത്രമേ നോക്കാൻ പാടുള്ളൂ, നോക്കുന്നുണ്ടെങ്കിൽ തന്നെ കേട്ടോ. നാം ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളിലെ മായവും അത് കണ്ടെത്തുന്നതിനുള്ള മാർഗവും നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. മഞ്ഞൾ. ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും. ഇല്ലെങ്കിൽ നിറമിളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇടുക. അതിൽ നിറം കൃത്രിമമായിട്ടുള്ള നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ നിറം താഴേക്ക് ആ വെള്ളത്തിലേക്ക് മുഴുവൻ പടരും. അല്ലാന്നുണ്ടെങ്കിൽ ആ കളറ് ഇളകാതെ മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിൻ്റെ താഴേക്ക് അടിയും. അങ്ങനെയാണ് നമ്മളത് കണ്ടെത്തുന്നത്. ഇനി അടുത്തത് വെളിച്ചെണ്ണ. 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വച്ച ശേഷം നിരീക്ഷിക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവൻ കട്ടിയായിട്ടുണ്ടാകും. മറ്റേതെങ്കിലും എണ്ണകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് കിട്ടും. നമുക്ക് അരമണിക്കൂർ കൊണ്ട് കട്ടിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ട് നമുക്ക് അതിന് മനസ്സിലാക്കാം. പിന്നെ അടുത്ത് പറയുന്നത് കായമാണ്. ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ചു നോക്കിയാൽ കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ വെളിച്ചെണ്ണ, കായം, ഇത് 3ആണ്. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ അതിലൊക്കെ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്കുള്ള പ്രവർത്തനമാണ്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി, കായം, വെളിച്ചെണ്ണ ഇതിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ ഈ ടേബിളിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രവർത്തനം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. ഇനി ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മായം ചേർക്കൽ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ തിന്മയാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ഒരു നോട്ടീസോ പോസ്റ്ററോ ഉണ്ടാക്കാനാണ്. അതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് കിടക്കാം. ഭക്ഷ്യവിഭവങ്ങളുടെ സുരക്ഷിതമായ സൂക്ഷിപ്പ്. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുക എന്നതും എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വയ്ക്കൽ ആവശ്യമായി വരുന്നത്. താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷ്യവസ്തുക്കളൊക്കെ കിട്ടാറുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവാറുണ്ട്. പല ഭക്ഷ്യവസ്തുക്കളും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സീസണുകളിലാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയെല്ലാം അതത് സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്നുണ്ടോ. ഇപ്പോൾ ഒരു ചക്ക അല്ലെങ്കിൽ മാങ്ങ അതൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതെല്ലാതും കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് കൂടുതലായിട്ട് സീസണുകളിൽ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. വീട്ടിൽ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും അതേ ദിവസം തന്നെ ഉപയോഗിച്ച് തീരുന്നു. ഇനി ഇവിടെ അടുത്തൊരു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളാണ്. ചിലരൊക്കെ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എന്താ അത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ പാകം ചെയ്ത ഭക്ഷണം ബാക്കി വരുന്നുണ്ടോ. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ ബാക്കി വരാമെന്നുണ്ടെങ്കിലും അത് നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തും. ഇവിടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഭക്ഷ്യക്ഷാമം നേരിടാൻ. ഇനി നമുക്കിതിലേക്ക് കൂടുതൽ പോയിന്റുകൾ കൂട്ടിച്ചേർക്കാം. കേടാവാതിരിക്കാൻ, ഭക്ഷണം പാഴാകുന്നത് കുറയ്ക്കാൻ, പണം ലാഭിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് അല്ലേ.
ഭക്ഷ്യവസ്തുക്കൾ ശരിയായി സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? അത് നശിച്ചു പോവും അല്ലേ? വീട്ടിൽ പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി കുറെ കാലം കേടുവരാതിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും കേടുവരുന്നു. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ കേടുവരുന്നത്? വേവിച്ചത് കൊണ്ട് തന്നെയാണ് കേടുവരുന്നത് അല്ലേ? അതായത് ആ ഒരു ഭക്ഷണത്തിൽ ജലത്തിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഭക്ഷണം പെട്ടെന്ന് കേടുവരുന്നത്. ഈ കുട്ടിക്കുണ്ടായ സംശയം നിങ്ങൾക്കുമുണ്ടോ? താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിക്കൂ. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാനുള്ള കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ബാക്ടീരിയ, ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വിഘടന പ്രവർത്തനങ്ങൾ നടത്തും. ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാകും. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താ? ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. അതായത് ആ ഭക്ഷണ പദാർത്ഥത്തിനെ അത് നശിപ്പിക്കാൻ തുടങ്ങും, അഴുകുന്നതിന് കാരണമാക്കും. അത് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാകും. അതായത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അതായത് താപം കൂടുതലുള്ള സമയത്താണെങ്കിലും ഏറ്റവും താപം കുറഞ്ഞ സമയത്താണെങ്കിലും വളരെ തണുപ്പുള്ള സമയത്താണെങ്കിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. വായു കടക്കാൻ കഴിയാത്ത വിധം പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല. അപ്പോൾ സൂക്ഷ്മജീവികൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രവർത്തിക്കാത്തത്? ഒന്ന് ഏറ്റവും ഉയർന്ന താപനില, പിന്നെ ഏറ്റവും താഴ്ന്ന താപനില, പിന്നെ പറയുന്നതോ ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യം, അതായത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് വായു കടക്കാത്ത വിധത്തിൽ ആഹാര പദാർത്ഥങ്ങൾ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായല്ലോ. പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി ദീർഘനാൾ കേടുവരാതിരിക്കാനും ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരാനുമുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പാരഗ്രാഫ് ഫുള്ള് വേണം കേട്ടോ. അപ്പം അത് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ. പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരിയിലാണെന്നുണ്ടെങ്കിൽ ഈർപ്പം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി കുറേ നാൾ കേടുവരാതെ ഇരിക്കുന്നത്. ഇനി ചോറാണെന്നുണ്ടെങ്കിലോ ചോറിൽ ഈർപ്പം ഉണ്ടാവും അല്ലെ? ഈർപ്പം ഉണ്ടാവുമ്പോൾ ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാനായിട്ട് അതിൽ സാധിക്കും. അതുകൊണ്ടാണ് ചോറ് പെട്ടെന്ന് കേടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. മാർക്ക് അനുസരിച്ചിട്ട് എഴുതിയാൽ മതി. കേട്ടല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് പുറത്തു വയ്ക്കൂ. ബ്രെഡിൽ 1-2 തുള്ളി വെള്ളം തളിക്കൂ. 3 ദിവസം കഴിഞ്ഞ് ഹാൻഡ് ലെൻസിലൂടെയോ മൈക്രോസ്കോപ്പിലൂടെയോ നിരീക്ഷിക്കൂ. നിങ്ങൾ ബ്രെഡിൽ എന്താണ് കാണുന്നത്? 3 ദിവസത്തിന് ശേഷം ബ്രെഡിൽ ഒരു പൂപ്പല് പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരുന്ന ഒരുതരം ഫംഗസ് ആണ് ഈ പൂപ്പലിന് കാരണമാകുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന രീതികൾ. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, ചിലത് പഞ്ചസാര ലൈനിലിട്ട് വെച്ചിട്ടുണ്ട്, ചിലത് ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്, പിന്നെ കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള കവറുകളിലോ എല്ലാം സൂക്ഷിക്കുന്നുണ്ട്, പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? ഇത്ര ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ചിത്രത്തിനനുസരിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ചെയ്യാം കേട്ടോ. ഭക്ഷ്യവസ്തുവായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് മുളക് സൂക്ഷിക്കുന്ന രീതി. ഉണക്കി സൂക്ഷിക്കുന്നു. കേടാകാത്തതിന് കാരണം ഈർപ്പം തീരെ ഇല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനി അടുത്തത് ചെറി സൂക്ഷിക്കുന്നത് എങ്ങനെയാ? പഞ്ചസാര ലായനിയിലാണ് സൂക്ഷിക്കുന്നത്. ഇവിടെ കേടാവാത്തതിന് കാരണം എന്താ? പഞ്ചസാര ലായനിയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അടുത്തതാണ് നെല്ലിക്ക സൂക്ഷിക്കുന്ന രീതി. ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നു. ഇനി ഇത് കേടാവാത്തതിന് കാരണം എന്താ? ഉപ്പ് ലായനിയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അടുത്തതാണ് പൈനാപ്പിൾ സൂക്ഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പഞ്ചസാര ലായനിയിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് കേടാവാത്തതിന് കാരണം എന്താ? പഞ്ചസാര ലായനിയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അടുത്തതാണ് ചിപ്സ് സൂക്ഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വായു കടക്കാത്ത പാക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു. കേടാവാതിരിക്കാനുള്ള കാരണം വായുവിൻ്റെ അഭാവത്തിൽ സൂക്ഷ്മജീവികൾക്ക് വളരാൻ സാധിക്കില്ല. അടുത്താണ് പാനീയങ്ങൾ തണുപ്പിച്ചു സൂക്ഷിക്കുന്നു. കേടാവാത്തതിന് കാരണം എന്താ? കുറഞ്ഞ താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പച്ചക്കറികളും നമ്മളെങ്ങനെ സൂക്ഷിക്കുന്നത്? തണുപ്പിച്ചാണ് സൂക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് എഴുതാം. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കേണ്ടതെന്നുള്ള രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏതൊക്കെ വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉണക്കി സൂക്ഷിക്കുന്നവ. അരി നമ്മൾ ഉണക്കിയാണ് സൂക്ഷിക്കുന്നത് അല്ലേ? ഇനി നമുക്കതിലേക്ക് എഴുതാം തേങ്ങ, അതുപോലെ തന്നെ മുന്തിരി. അടുത്തത് ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നത് നെല്ലിക്ക, മാങ്ങ, ലൂബിക്ക. പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നത് ചെറി, പൈനാപ്പിൾ, ആപ്പിൾ. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നവ പാലുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികൾ എഴുതാം, അതുപോലെ മാംസം.
വായു നിബന്ധമായി അടച്ചു സൂക്ഷിക്കുന്നവ ബിസ്ക്കറ്റ്, ചിപ്സ്, ഓട്സ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പറഞ്ഞെന്നുള്ളൂ. അടുത്തതാണ് ഉപ്പ് ലായനിയും പഞ്ചസാര ലായനിയും. ഉപ്പ് ലായനി, പഞ്ചസാര ലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: തണ്ടോട് കൂടിയ ചേമ്പില 2 എണ്ണം, ബീക്കർ 2 എണ്ണം, ജലം, ഉപ്പ്. ഇനി പ്രവർത്തനക്രമം നോക്കാം. 2 ബീക്കർ എടുക്കുക. ഒരു ബീക്കറിൽ ശുദ്ധജലവും അടുത്തതിൽ ഗാഢ ഉപ്പ് ലായനിയും എടുക്കുക. രണ്ടിലും തണ്ടോട് കൂടിയ ചേമ്പില ഇറക്കി വയ്ക്കുക. ഒരു ദിവസം കഴിഞ്ഞ് നിരീക്ഷിക്കുക. എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? ഈ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ബീക്കറിൽ ശുദ്ധജലം ആയതുകൊണ്ട് ചേമ്പിൻ്റെ തണ്ടിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ. പക്ഷെ രണ്ടാമത്തത് ഉപ്പിട്ട വെള്ളമാണ് അല്ലേ, ഗാഢ ഉപ്പ് ലായനി എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് പരമാവധി ഉപ്പ് അതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള ഒരു വെള്ളമാണ് അത്. അതിലാണ് ചേമ്പിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അത് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോയി, വാടി കരിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതിയിൽ ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും സൂക്ഷിച്ചു വയ്ക്കുന്ന കാര്യം പറഞ്ഞു. അതിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ വളരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുള്ള കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഉപ്പ് ലായനിയിൽ ഇറക്കി വെച്ച ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകുന്നു. അതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും ചേമ്പില വാടുകയും ചെയ്യുന്നു. ഇവിടെ ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഇലടകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചേമ്പിൻ തണ്ടിയിലെ കോശങ്ങളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചേമ്പിൻ തണ്ടിൽ എന്തുണ്ടായിരിക്കില്ല? വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ അതിലുള്ള കോശങ്ങൾ ചുരുങ്ങുകയും അങ്ങനെ ചേമ്പില വാടുകയും ചെയ്യുന്നു. ഇതുപോലെ ഉപ്പിലിട്ട് വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ജലാംശം ഉപ്പ് ലായനിയിലേക്ക് വരുന്നു. ഭക്ഷണ സാധനങ്ങളിൽ നിന്നും മാത്രമല്ല അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലുള്ള ജലാംശവും ഉപ്പ് വലിച്ചെടുക്കുന്നു. സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിച്ചു പോകുന്നു. ഇത് തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കോശങ്ങളിൽ നിന്നും ജലം ഉപ്പ് ലായനിയിലേക്ക് ഒഴുകും. അതുപോലെ തന്നെ അതിലുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവും അല്ലേ, അവയുടെ ശരീരത്തിൽ നിന്നും ജലം ഈ ഉപ്പ് ലായനി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ സൂക്ഷ്മജീവികൾ നശിച്ചു പോവുകയും ചെയ്യും. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വാടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ അത് ചുരുങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതായത് ആ മാങ്ങയുടെ കോശങ്ങളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചിട്ടില്ലേ? മുകളിൽ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ടുവച്ച കണ്ണിമാങ്ങ ചുരുങ്ങാനുള്ള കാരണം ശാസ്ത്രപുസ്തകത്തിൽ എഴുതുകയാണ്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പഞ്ചസാര ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു ഉദാഹരണമാണ് ജാം. ഇവിടെ ജാം ഉണ്ടാക്കുന്ന രീതി കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണിമാങ്ങയുടെ ആൻസർ ഒന്ന് എഴുതാം. കണ്ണിമാങ്ങയിൽ നിന്നും ജലം ഉപ്പ് ലായനിയിലേക്ക് ഒഴുകുന്നു. ഇത് കണ്ണിമാങ്ങ ചുരുങ്ങുന്നതിന് കാരണമാകുന്നു. ഇനി അടുത്തത് ചക്കജാം തയ്യാറാക്കാം. പഴുത്ത് പാകമായ ചക്കച്ചുള 1 കിലോ അരച്ചെടുക്കുക. ഇത് വേവിച്ച് കുറുക്കിയെടുക്കുക. അതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് 10 മിനിറ്റ് ഇളക്കുക. അല്പം തണുത്ത ശേഷം 1 സ്പൂൺ നാരങ്ങാനീര് ചേർക്കുക. നന്നായി തണുത്ത ശേഷം ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള പാത്രത്തിൽ വായു കടക്കാത്ത വിധം ഭദ്രമായി അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ജാം ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഉണ്ടായിപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, പാസ്ചറൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം കേട്ടോ. പാൽ പാക്കറ്റുകളിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണിത്? ഇനി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിൽ പാക്കറ്റ് പാൽ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമുക്ക് പാസ്ചറൈസേഷൻ എന്താണെന്ന് നോക്കാം. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. പാസ്ചറൈസേഷൻ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് പാല് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ ചൂടാക്കാം. അത് ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനെ തണുപ്പിക്കുകയാണ്. അതായത് 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായിരുന്ന പാലിനെ പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ താപത്തിലുള്ള ഈ വ്യത്യാസം മൂലം പാലിലുള്ള സൂക്ഷ്മജീവികളുടെ ആ ഒരു കോശത്തിൻ്റെ ഒരു ആവരണം ഉണ്ടായിരിക്കുമല്ലോ, കോശസ്തരം എന്ന് പറയാം അതിനെ, അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയെ പറയുന്നതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വിശദീകരിച്ച് എഴുതാം. അതല്ല പാസ്ചറൈസേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗത്തെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നതെന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പാസ്റ്ററൈസേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ലൂയി പാസ്റ്റർ. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്റ്ററൈസേഷൻ എന്ന പേര് നൽകിയത്. വൈൻ, പഴച്ചാറുകൾ എന്നിവയും പാസ്റ്ററൈസേഷൻ നടത്തിയിട്ട് സൂക്ഷിക്കാറുണ്ട് എന്ന്. ഐസിലും മായമോ? ചിത്രം ശ്രദ്ധിക്കൂ. ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കരയിലെത്തുന്നത്. അവിടെ നിന്നും ചില്ലറ കച്ചവടക്കാർ മത്സ്യം മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാൻ പിന്നെയും സമയമെടുക്കും. ഇത്രയും ദിവസം എങ്ങനെയാണ് മത്സ്യം കേടാവാതിരിക്കുന്നത്? മത്സ്യം കേടാകാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോവാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട്. അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിൽ ദോഷകരമാണ്. ഇവിടെ മത്സ്യം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് ഇട്ട് സൂക്ഷിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഐസ് നിർമ്മിക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ഘനീഭവിക്കുന്നതിനും, ഈ ഘനീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് വെള്ളം ഐസാവാൻ വേണ്ടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐസ് കട്ടയായിട്ട് മാറാം. അതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് അലിഞ്ഞു പോവാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടിയിട്ടും, അതായത് നല്ല തണുപ്പായിട്ട് ഇരിക്കുന്നതിനും വേണ്ടിയിട്ടും അതിൽ ചേർക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. അമോണിയം ക്ലോറൈഡ്. ഈ രാസവസ്തു ചേർത്ത ഐസാണ് മീനൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി ഇട്ട് വയ്ക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ പാചകം ചെയ്യുന്നതിന് മുൻപ് ധാരാളം വെള്ളം ഉപയോഗിച്ച് മത്സ്യം നന്നായി കഴുകണം. ഇനി ഇവിടെ അടുത്തത് നമുക്ക് നോക്കാം. ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. റെഫ്രിജറേറ്ററിലെ എല്ലാ അറകളിലും താപനില ഒരേപോലെയല്ല. റെഫ്രിജറേറ്ററുകളിൽ വിവിധ ആഹാര സാധനങ്ങൾ വ്യത്യസ്ത അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാകില്ല. അതുകൊണ്ടാണ് അവ കേടുകൂടാതിരിക്കുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തു വച്ചാൽ എന്ത് സംഭവിക്കും? സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ഭക്ഷണം കേടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആഹാര സാധനങ്ങൾ വെക്കുമ്പോൾ അവിടെ താഴ്ന്ന താപനില ആയതുകൊണ്ട് അവിടെ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും ആഹാര സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സൂക്ഷ്മജീവികൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഭക്ഷണപദാർത്ഥങ്ങൾ കേടാവും. ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ശുചിത്വം സുരക്ഷയ്ക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെ റെഫ്രിജറേറ്ററിൽ ആഹാര സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ച് വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ശുചിത്വം സുരക്ഷയ്ക്ക്. ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും നന്നായി കഴുകാറുണ്ടോ? നമ്മൾ ചെറുതായി, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കേണ്ടതാണ് അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈയും വായും നന്നായിട്ട് കഴുകണമെന്നൊക്കെ അല്ലേ? ഇതുകൊണ്ട് മാത്രം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുമോ? ശുചിത്വത്തിനായി താഴെ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൈയും വായും കഴുകിയാൽ മാത്രം പോരാ, അതുകൂടാതെ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം. പിന്നെയോ വാങ്ങിയ ശേഷമുള്ള സൂക്ഷിച്ചു വയ്ക്കൽ, പാചകം ചെയ്യൽ, ആഹാരം കഴിക്കൽ, ബാക്കിയുള്ളവ സൂക്ഷിച്ചു വയ്ക്കൽ. അപ്പോൾ ഇത്രയും പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന്. അതായത് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം, നല്ല വൃത്തിയും വെടുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണം അല്ലേ? ഇനി അതിന് ശേഷമോ സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മൾ നന്നായിട്ട് അത് മറ്റ് പ്രാണിയും അതുപോലെ തന്നെ പല്ലിയൊക്കെ കയറാണ്ട് നമ്മൾ ഭദ്രമായിട്ട് അടച്ചു വയ്ക്കണം അല്ലേ? പിന്നെ അതുപോലെ തന്നെ പാചകം ചെയ്യൽ, നല്ല വൃത്തിയും വെടുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പാചകം ചെയ്താൽ മാത്രമേ നല്ല ഭക്ഷണം നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് സംഭവിക്കും? അതിൽ ഇതേപോലെയുള്ള പ്രാണികളൊക്കെ വന്ന് കയറും അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം? വൃത്തിയുള്ളതായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണങ്ങളും നന്നായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ കൂടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഇനി താഴെയുള്ളതുകൂടി നമുക്ക് നോക്കാം. ആഹാരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കാറുണ്ടോ? നിങ്ങൾ പരിഗണിക്കുന്നവയ്ക്ക് നേരെ ടിക്ക് അടയാളവും അല്ലാത്തവയ്ക്ക് ഇൻറ്റു അടയാളവും നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യണം കേട്ടോ. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ വാങ്ങുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റുകൾ വൃത്തിയുള്ളതാണ്. നിങ്ങളത് പരിഗണിക്കാറുണ്ടോ? പൊതുവേ മാർക്കറ്റുകളൊക്കെ വൃത്തിയില്ലാണ്ട് തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക അല്ലേ? അതുപോലെ തന്നെ കച്ചവടക്കാർ ഗ്ലൗസ്, മാസ്ക് എന്നിവ ധരിക്കാറുണ്ട്. അതും ഉണ്ടാവാറില്ല അല്ലേ? കൊറോണ ടൈമിലൊക്കെ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊന്നും ആരും ഉപയോഗിക്കണമൊന്നുമില്ല അല്ലേ? പിന്നെ മാർക്കറ്റിൽ ഭക്ഷ്യവസ്തുക്കൾ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? പിന്നെയോ ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കുന്നുണ്ട്. അതും നോക്കാറുണ്ട്. ശുദ്ധമായ ജലമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. അതും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? കത്തി, പാത്രം, കട്ടിംഗ് ബോർഡ്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നന്നായി കഴുകിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അതും ശരിയാണ്. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ കഴുകിയാണ് മുറിക്കുന്നത്. അത് ശരിയാണ്. പാചകം ചെയ്ത ശേഷം ആഹാരം അടച്ചു വയ്ക്കുന്നു. അത് ശരിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റിടാം കേട്ടോ.
ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുൻപ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു. ശരിയാണ്. വൃത്തിയാക്കിയ പാത്രങ്ങളാണ് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്. പാചകം ചെയ്ത് അധിക സമയം കഴിയുന്നതിന് മുൻപ് ആഹാരം കഴിക്കുന്നു. അത് ശരിയാണ്. വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ശരിയാണ്. ബാക്കിയുള്ള ആഹാരം പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയത് മാത്രം കേടുവരാതെ സൂക്ഷിക്കുന്നു. ശരിയാണ്. ആഹാരം കഴിച്ച സ്ഥലം തുടച്ച് വൃത്തിയാക്കുന്നു. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏതിനൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ആ മാർക്കുകളൊക്കെ ഒന്ന് കൂട്ടി വെക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ കേട്ടോ. ഇവിടെ അടുത്തത് ഭക്ഷ്യമേള സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗം കൂടി നോക്കാനുണ്ട്. അതുകൂടി നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏത്? ഏതായിരിക്കാം? ചെറുപയറുണ്ട്, പുളിങ്കുരുണ്ട്, പപ്പായ കുരുണ്ട്, കടലുണ്ട്. ഇതിൻ്റെ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? ഇതിൻ്റെ ആൻസർ സി ആണ്, പപ്പായ കുരു. മത്സ്യ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതളപാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാമോ? എന്തുകൊണ്ട്? ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? കാരണം എന്താ? ഐസ് ഉണ്ടാക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു രാസവസ്തു ചേർക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ എത്താന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് മത്സ്യ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ നമ്മൾ ഒരിക്കലും ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതാം കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇല്ല. മത്സ്യ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ് ശീതളപാനീയങ്ങൾ ഉപയോഗിക്കാറില്ല. ഐസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അമോണിയം ക്ലോറൈഡ് ശരീരത്തിന് ദോഷകരമാണ്. അതുകൊണ്ടാണത് ശീതളപാനീയങ്ങൾ ഉപയോഗിക്കാത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കടയിൽ നിന്നും പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കും? നല്ലതാണോ വാടിയതാണോ എന്ന് ശ്രദ്ധിക്കും. പുറംതൊലിക്ക് കളർ മാറ്റം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. തൊട്ടു നോക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നതാണോ എന്ന് ശ്രദ്ധിക്കും. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യാതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. പാൽ, തക്കാളി, മത്സ്യം, വെള്ളരി, വെണ്ട, മാംസം എന്നിവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. ഇവയിൽ ഫ്രീസറിൽ വയ്ക്കേണ്ടവ ഏതെല്ലാം? റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ വയ്ക്കേണ്ടത് ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നവയിൽ മത്സ്യം, മാംസം ഇവ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടവയാണ്. ബാക്കിയുള്ളവയെല്ലാം ഫ്രീസർ ഒഴികെയുള്ള റെഫ്രിജറേറ്ററിൻ്റെ ഭാഗങ്ങളിൽ സൂക്ഷിക്കേണ്ടവയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിൻ്റെ വിലയിരുത്തുക എന്ന് പറയുന്ന ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കറന്നുവച്ച പാൽ ഏതാനും മണിക്കൂറുകൾക്കകം കേടാവുന്നത് നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ. പാൽ കേടാകുന്നതിൻ്റെ കാരണമെന്ത്? പാലിൽ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പാൽ പെട്ടെന്ന് കേടാവുന്നത് അല്ലേ? പാൽ എളുപ്പം കേടാവാതിരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം എഴുതുക. എന്താ ചെയ്യാറ്? തിളപ്പിച്ച് വയ്ക്കും അല്ലേ? അങ്ങനെയാണ് ചെയ്യാറ്. പാൽ കേടാകാതെ സൂക്ഷിക്കാനുള്ള ശാസ്ത്രീയ മാർഗ്ഗമാണല്ലോ പാസ്ചറൈസേഷൻ. ഈ രീതി വിശദീകരിക്കുക. അത് ഞാൻ ആ എടുത്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്ചറൈസേഷൻ എന്താണെന്ന്. അപ്പോൾ അതൊന്നുകൂടി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഭക്ഷ്യവിഷബാധ. 2 പേർ ആശുപത്രിയിൽ. തിരുവനന്തപുരം. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 2 പേർ ഛർദിയും തലചുറ്റലും അനുഭവപ്പെട്ടു. അവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പത്രവാർത്ത വായിച്ചുവല്ലോ. ഇത്തരം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? അതായത് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം പാചകം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പഴകിയ സാധനമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഭക്ഷണങ്ങളിൽ മായം ചേർക്കലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എഴുതുക. ഇത് ഞാൻ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ കാലാവധി നോക്കാം. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, അതായത് അതുണ്ടാക്കാൻ വേണ്ടി അതൊക്കെ സാധനങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യവസ്തുവിൽ ചേർക്കുന്ന മായവും അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പട്ടികയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മുമ്പ് ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വസ്തുവിലും ചേർക്കുന്ന മായങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ. മുളക് പൊടിയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. നമ്മൾ മഞ്ഞൾപ്പൊടി എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ മുളക് പൊടിയിലെ പരീക്ഷണം ചെയ്താൽ മതി കേട്ടോ, നിങ്ങളടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ക്വസ്റ്റ്യൻ. സ്കൂൾ ശാസ്ത്ര ക്ലബ്ബിലെ കുട്ടികൾ കൊണ്ടുവന്ന തേനിൻ്റെ 2 തരം സാമ്പിൾ ഗുണനിലവാരം പരിശോധിച്ചപ്പോൾ ലഭിച്ച നിരീക്ഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ക്ലാസ്സിൽ തേൻ താഴെ വന്ന് കിടക്കുന്നുണ്ട്, ജലത്തിന് താഴെ വന്ന് കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ തേൻ ജലവുമായിട്ട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ടേബിൾ. ഗ്ലാസ് 1 ജലത്തിന് നിറവ്യത്യാസമില്ല, തേൻ ജലത്തിൽ ലയിക്കുന്നില്ല, ജലത്തിന് രുചി വ്യത്യാസമില്ല. ഗ്ലാസ് 2 പറഞ്ഞിട്ടുള്ളത് ജലത്തിന് നിറവ്യത്യാസമുണ്ട്, തേൻ ജലത്തിൽ ലയിക്കുന്നു, ജലത്തിന് രുചി വ്യത്യാസമുണ്ട്. ഏത് ഗ്ലാസ്സിലെ തേനിനാണ് ഗുണനിലവാരം ഉള്ളത്? നിങ്ങളുടെ
അഭിപ്രായം ന്യായീകരിക്കുക. അപ്പോൾ ഏത് ഗ്ലാസ് ആയിരിക്കും? ഒന്നാമത്തെ ഗ്ലാസ്സിനാണ് അല്ലേ? അതായത് ശുദ്ധമായിട്ടുള്ള തേനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് താഴെ വന്ന് അടിയാണ് ചെയ്യുന്നത്. അതൊരിക്കലും വെള്ളത്തിൽ കലരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ എക്സ്പെരിമെൻറ്റിൽ ചെയ്തപ്പോൾ. പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയും അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരും എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്ചറൈസേഷൻ, അദ്ദേഹത്തിൻ്റെ പേര് ലൂയി പാസ്റ്റർ. കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നു, മുന്തിരി ഉണക്കി സൂക്ഷിക്കുന്നു, നെല്ലിക്ക ഉപ്പിലിട്ടുന്നു, വറ്റൽമുളക് ഉണക്കി സൂക്ഷിക്കുന്നു. മാർക്കറ്റിൽ മത്സ്യം സൂക്ഷിക്കുന്ന ഐസ് വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്ത്? ഏതാ? അമോണിയം ക്ലോറൈഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപ്പുജലത്തിൽ സൂക്ഷിച്ച കണ്ണിമാങ്ങ ചുക്കിച്ചുളയുന്നത് കാണാം. ഇതിന് കാരണം വിശദീകരിക്കുക. പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ആധുനിക രീതി എന്ന് വിശദീകരിക്കുക. ഭക്ഷണപദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന 2 മാർഗ്ഗങ്ങൾ എഴുതുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് മാത്രം പഠിക്കാനല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി ഒന്ന് നോക്കി പോകാനാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.